Excuse me, I want one room. We have no one room, only double room. Darling, they have no one room, only double room. Take that. Give that. ₹300 advance. Darling, they want 300 rupees advance. Give it. I will give you. What? No tips. Go. Goda. ഓ, എന്തൊരു ചൂട്, വല്ലാത്ത ഉഷ്ണം. മോളെ ആ ഫാൻ ഒന്നില്ലേ? മോളെ, അപ്പച്ചനെ പുറത്തൊക്കെ ഒന്ന് നോക്കിയിട്ട് വരട്ടെ. ദേ സൂക്ഷിച്ചു വേണം, അബദ്ധമൊന്നും കാണിക്കരുതേ. നീ സമാധാനായിട്ടിരിക്കും, ദൈവത്തിനോട് പ്രാർത്ഥിക്കും. ഹലോ. നിങ്ങളോടെല്ലാം ചോദിച്ചിട്ട് തന്നെയാണ് ഞാനിത് ഏർപ്പാട് ചെയ്തത്. എന്നിട്ട് ഇപ്പോഴെന്താ ആരും ഒന്നും മിണ്ടാത്തത്? ഞാനില്ല, ഞാൻ ഇതിന് കൂട്ടു നിൽക്കില്ല. ഇപ്പോഴില്ലെന്നോ? പിന്നെ എന്ത് ചെയ്യണം? 1.5 കോടി രൂപ എണ്ണി വാങ്ങിച്ചപ്പോ ഈ അറപ്പൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ. നിങ്ങൾക്ക് എന്നോട് മാത്രം ഉത്തരം പറഞ്ഞാൽ മതി. ഞാൻ എത്ര പേരോട് സമാധാനം പറയണമെന്ന് അറിയാമോ? ഇവിടെ ആരും ആർക്കും വാക്കൊന്നും കൊടുത്തിട്ടില്ല. ഇന്നതൊക്കെ ചെയ്തോളാവുന്നു. ബിസിനസ് ആയാലാവും നട്ടോണ്ടാവും. താൻ ഒന്ന് മനസ്സിലാക്കിക്കോ, എനിക്കിനി ഇടവും വലവും ഒന്നും നോക്കാനില്ല. എല്ലാം നശിച്ച് മുങ്ങി നിൽക്കുന്ന സമയമാണ്. ഇപ്പൊ തീരുമാനിക്കണം, നിങ്ങൾ എല്ലാവരും എന്നോടൊപ്പം ഉണ്ടാവുമെന്ന്. ഇല്ലെങ്കിൽ കൊടുത്താൽ തിരിച്ചു വാങ്ങിക്കാൻ എനിക്കറിയാം. നമ്മൾ തമ്മിൽ എന്തിനാണ് ഒരു കച്ചറ? എല്ലാത്തിനും സമാധാനം ഉണ്ടാക്കാം. ബഹളം വെച്ച കാര്യമൊന്നും നടക്കുമോ? ഓക്കെ ഓക്കെ. ഐ എം സോറി. ഒരു നിമിഷം ഞാൻ എന്നെ തന്നെ മറന്നുപോയി. 20 ലക്ഷം രൂപ അതിപ്പോ എവിടെ നിന്നുണ്ടാക്കും? ഇപ്പൊ തന്നെ 20 ലക്ഷം മുടക്കി. ഇനി ഒരു 20 ലക്ഷം മുടക്കാന്ന് പറഞ്ഞാൽ ആവശ്യം എന്റേതാണല്ലോ. ഈ കാശ് ഞാൻ തന്നെ മുടക്കാം. പക്ഷേ ഒരു വ്യവസ്ഥയുണ്ട്. KGR മരിച്ചാൽ കഴുത്തുമുട്ട മുഖ്യമന്ത്രി ആകരുത്. പിന്നെ കൈമൾ സാർ മുഖ്യമന്ത്രിയാവണം. തെറ്റിദ്ധരിക്കണ്ട. കഴുത്തുമുട്ട മുഖ്യമന്ത്രിയായാൽ ജനങ്ങൾക്ക് സംശയമുണ്ടാവും. കഴുത്തുമുട്ടവും KGRും തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസം എല്ലാവർക്കും അറിയാവുന്നതാണ്. കൂടാതെ KGR കഴിഞ്ഞാൽ പാർട്ടിയിൽ ക്ലീൻ ഇമേജ് ഉള്ളത് പ്രസിഡന്റാണ്. നമ്മൾ അത് എക്സ്പ്ലോയിറ്റ് ചെയ്യണം. ഇത് എന്റെ മാത്രം അഭിപ്രായമല്ല, എന്നെ സഹായിക്കാവുന്ന ഏറ്റവുടെയും കൂടെ തീരുമാനമാണ്. അപ്പൊ ഞാന് മുഖ്യമന്ത്രി ഒഴിച്ചു മറ്റെന്ത് വേണമെങ്കിലും ആകാം. അതിന് ഞാനൊരു MLA പോലും അല്ലല്ലോ. അതൊരു പ്രശ്നമാണ്. 6 മാസത്തിന് എവിടെ നിന്നെങ്കിലും ജയിച്ചാ പോരെ. എന്തു പറയുന്നു? ശരി, നിങ്ങളുടെ മൗനം സമ്മതമായി കരുതുന്നു. നമ്മൾ തീരുമാനിച്ചതിൽ നിന്ന് ഇനി അണുവിട വ്യത്യാസമില്ല. നമ്മൾ തമ്മിൽ കൂടിക്കാഴ്ചയുമില്ല, ഇത് കഴിയുന്നത് വരെ. ഒരു കാര്യം ആരും മറക്കരുത്, ഇതിൽ ഉത്തരവാദിത്വം എല്ലാവർക്കും ഒരുപോലെയാണ്.
വാടോ. വേഗം നടപടി. Brother, excuse me. Very hot. Some water. റൂം ക്ലീൻ ചെയ്യണം സാഹിബേ. Very hot. Some water. Please. Go. എന്ത് പറ്റി? ഒരു റൂം പോയി തെണ്ടി വന്നു പോ. എന്തായി? ഒന്നുമില്ലേ? കൊറേ കാലി ഗ്ലാസും കപ്പലണ്ടിത്തോടും മാത്രം. ഓ, മാന്യായിട്ട് ജോലി ചെയ്യാൻ പറ്റില്ലെന്ന് വെച്ചാ എന്റെ അമ്മേനെ പിണ്ടാൻ പറ്റാ. നമുക്ക് അടുത്ത മുറിയിലും നോക്കിയാലോ? ഇപ്പൊ വേണ്ട, കുറച്ച് കഴിയട്ടെ. I, K. Divagara Kaimal, I, K. Divagara Kaimal, do swear in the name of God do swear in the name of God that I will bear true faith and allegiance that I will bear true faith and allegiance to the Constitution of India, to the Constitution of India, കേരള വാർത്ത. മുഖ്യമന്ത്രി KGR കൊല്ലപ്പെടും ദിവസങ്ങൾ. ഹലോ, നിങ്ങൾ ആരാ? ഹലോ ഹലോ. മുഖ്യമന്ത്രി KGR കൊല്ലപ്പെടും ദിവസങ്ങൾക്കുള്ളിൽ. വല്ല ഫാൾസ് ന്യൂസും ആണെങ്കിലോ? വേണ്ട, പുലിവാലാവും. ഹലോ, ക്രൈംബ്രാഞ്ച്. മിസ്റ്റർ പെരുമാളുണ്ടോ? ഇല്ലല്ലോ. ആരാ? ഞാനാ, ഗോപു, കേരള വാർത്ത. സാർ ഇവിടെ ഇല്ലല്ലോ സാർ. എവിടെ പോയിരിക്കുക? ഏതോ റെയ്ഡിന് പോയിരിക്കുക. വരുമ്പോ ഞാൻ അത്യാവശ്യമായിട്ട് വിളിച്ചിരുന്നു എന്ന് പറയണം. ഓക്കെ, താങ്ക് യു. ആ, ധാരാ ഗോപു. നീ എന്താടാ ഈ കൊച്ചുകുളപ്പാൻ കാലത്ത് ഇവിടെ നിന്ന് കുത്തിരിക്കുന്നത്? നീ എവിടെ പോയിരിക്കായിരുന്നു? ഒരു പ്രതിയെ പിടിക്കാനുണ്ടായിരുന്നു. നമ്മുടെ വെള്ളായണ കൊലക്കേസിലെ പ്രതി ചാക്കോ. കോളിളക്കം സൃഷ്ടിച്ച കേസായതുകൊണ്ട് ക്രൈംബ്രാഞ്ചാണ് അന്വേഷണം. പ്രതി ഒരിടത്ത് ഒളിച്ചിരിപ്പുണ്ടെന്ന് അറിഞ്ഞു. അവനെ കിട്ടി, അതാ താമസിച്ചത്. നീരി സ്റ്റേഷനിൽ വന്നപ്പോ PC പറഞ്ഞു നീ വിളിച്ചിരുന്നു. എന്താടാ അത്യാവശ്യം? എന്താടാ പറയടാ. ഞാനിന്ന് പത്രം ഓഫീസിൽ നിന്ന് ഇറങ്ങാൻ കുറെ ലേറ്റായി. ആ, ഏകദേശം 11 മണി കഴിഞ്ഞപ്പോ ഒരു ഫോൺ കോൾ. മുഖ്യമന്ത്രി KGR കൊല്ലപ്പെടും ദിവസങ്ങൾക്കുള്ളിൽ. ആൻ അനോണിമസ് കോൾ. ഇതാണോ കാര്യം? ഞാൻ വിചാരിച്ചു വേറെ വല്ല അത്യാവശ്യം കാണും. നീ എന്താ വെറുതെ ചിരിച്ചു കളഞ്ഞത്? ആ, അല്ല ഞാൻ പിന്നെ ഞെട്ടണോ? ഇതിനാണോ ഉറക്കോളം ചിത്രം നേരെ ഇവിടെ കാത്തിരുന്നത്? തമാശയാണെന്നാടാ അത് ഞാനും വിചാരിച്ചത്. പക്ഷേ
പറഞ്ഞയാളിന്റെ ശബ്ദം കേട്ടപ്പോ എനിക്ക് പരിചയമുള്ളവർ തോന്നി. ആരാ? കഴുത്തുമുട്ടത്തിന്റെ ശബ്ദം പോലെയാ തോന്നിയത്. ചിലപ്പോ എന്റെ തോന്നലായിരിക്കും. ആ തോന്നൽ തന്നെയാ. 3-4 ദിവസം മുമ്പ് കൺട്രോൾ റൂമിൽ ഇതുപോലെ ഒരു ഫോൺ കോൾ വന്നു. ഡൽഹി ഫ്ലൈറ്റിൽ ബോംബ് വെച്ചിട്ടുണ്ട്. കുറെ പോലീസുകാരെ മെനക്കെടുത്തി. ഫ്ലൈറ്റ് 4-5 മണിക്കൂർ ഡിലേ. അതുപോലെ വല്ല പിരിവിട്ടുമായിരിക്കും. അല്ലെങ്കിൽ ചത്താൽ അങ്ങ് പോട്ട്. എത്ര എണ്ണം ചാവുന്നു? നീ പോയി കിടന്ന് ഉറങ്ങാന്നോ? അല്ലെ ഇവിടെ കിടക്കും. ഗോപു, എന്താടാ? നമ്മുടെ രാമു അല്ലേ മുഖ്യമന്ത്രി? അതെ. അയാൾ എന്താ ഫോണിൽ പറഞ്ഞു? നീ ഒന്നുകൂടെ പറഞ്ഞേ. മുഖ്യമന്ത്രി KGR കൊല്ലപ്പെടും ദിവസങ്ങൾക്കുള്ളിൽ. ഇതായിരുന്നു സാർ മെസ്സേജ്. കഴുത്തുമുട്ടത്തിന്റെ തന്നെ ആയിരുന്നോ ശബ്ദം? അത് ശരി, മിസ്റ്റർ ഗോപു പൊയ്ക്കുള്ളൂ. ഇതൊന്നും ആരോടും പറയണ്ട. ഓക്കെ സാർ. സാർ, അപ്പൊ ഞാനും പോയിക്കോട്ടെ. യു വെയിറ്റ് ഔട്ട് സൈഡ്. സർ. മിസ്റ്റർ ഗോപാൽ, വാട്ട് യു ഫീൽ അബൌട്ട് ഇറ്റ്? സാർ, ഇറ്റ് മേ ബി എ കോയിൻസിഡൻസ്. സ്പെഷ്യൽ ബ്രാഞ്ചിന്റെ ഒരു റിപ്പോർട്ട് ഉണ്ടായിരുന്നു. CMന്റെ സത്യപ്രതിജ്ഞയ്ക്ക് എരിഞ്ഞോളിയും പാപ്പച്ചനും കഴുത്തുമുട്ടവും ആബ്സെന്റ് ആയിരുന്നു. കൂടാതെ പല സ്ഥലത്തും അവർ രഹസ്യയോഗം കൂടിയതായും റിപ്പോർട്ടുണ്ട്. ഇപ്പോ ഇതും കൂടി കേട്ടപ്പോ... മിസ്റ്റർ ഗോപാൽ, എന്നോട് പറഞ്ഞതിരിക്കട്ടെ, മേലിൽ തമാശയ്ക്ക് പോലും ഈ വിവരം ആരോടും പറഞ്ഞു പോകരുത്. ഇല്ല സർ. ഭരണകക്ഷിയിൽപ്പെട്ട MLA മാർ തമ്മിൽ 1000 അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാം എന്ന് കരുതി ഈ അർത്ഥമൊന്നും നമ്മൾ അതിന് കൽപ്പിക്കരുത്. യെസ് സർ. പോലീസായി പോയി, അതാ വിട്ടുമാറാത്ത ഒരു സംശയം. എന്തെങ്കിലും ഒന്ന് അന്വേഷിച്ചില്ലെങ്കിൽ ഒരു ഫോർമാലിറ്റിക്ക് വേണ്ടിയെങ്കിലും... നമ്മൾ ഇത് എവിടെ നിന്ന് തുടങ്ങും? എങ്ങനെ അന്വേഷിക്കും? ആരെ സംശയിക്കും? ഹൗ ഇസ് ദാറ്റ് ചാൻ? ഇവിടെ നിന്നില്ലേ ആ ഓഫീസർ? He is quite okay. Who is he? He is Mr. Perumal from Crime Branch CID. Call him. Yes. Mr. Perumal. Sir. Come on. ആ റിപ്പോർട്ടർ പറഞ്ഞതിൽ വാസ്തവം വല്ലതുണ്ട്? അത് എനിക്കൊരു തമാശയായിട്ടാണ് സാർ തോന്നിയത്. പക്ഷേ അതാ ഞങ്ങളുടെയും പ്രശ്നം. ഇന്ത്യയിൽ ഇങ്ങനെ ഒരു സംഭവം ചിന്തിക്കാൻ സാധിക്കുന്നില്ല. പലതും സംഭവിച്ചതിന് ശേഷമാണല്ലോ നമുക്ക് പരിചയമാകുന്നത്. പിന്നെ നമ്മളിവിടെ കേട്ടതും പറഞ്ഞതുമെല്ലാം നമ്മൾ മാത്രമേ അറിയൂ. ബട്ട് എനിവേ, ആസ് എ ഫസ്റ്റർ ഹി വിൽ സ്ക്രൂട്ടനൈസ് എ സെക്യൂരിറ്റി അറേഞ്ച്മെന്റ് ഫോർ CM. CMന് അത് ഇഷ്ടപ്പെടില്ല, എങ്കിലും നമ്മളിത് ചെയ്യണം. പിന്നെ പോലീസ് മുറയിൽ ഒരു അന്വേഷണം ആരംഭിക്കുക. ഒരു കാര്യം മറക്കരുത്, ഒരു കുഞ്ഞു പോലും ഈ വിവരം അറിയരുത്. ദാറ്റ് ഇൻക്ലൂഡ് CM ആൻഡ് അതർ ഡിപ്പാർട്ട്മെന്റ് ഹെഡ്സ്. യെസ് സർ. ഇതിന്റെ അന്വേഷണം എങ്ങനെ വേണമെന്നുള്ളത് ഞാൻ നിങ്ങളെ അറിയിക്കാം. യു വിൽ മീറ്റ് മീ ഇൻ ദിസ് ഓഫീസ് അറ്റ് 5 PM ടുഡേ. യെസ് സർ. സൈൻ ചെയ്യണം. ಇದ 706. ಬೇಡ ಬೇಡ, ನೀಸ್ಕೊಂಡು ಹೋಗ್ಬೇಡ, ನಾವೇ ತಗೊಳ್ತೀವಿ. ಬಾಯ್. ಏನು ತಿಪ್ಪೇನೂ ಇಲ್ಲ, ಹೋಗು ಹೋಗಡ. ഈ പിശാചുകൾക്കൊല്ല പിച്ചിട്ടിരിക്കുക പണ്ടറങ്ങാൻ. കഴിഞ്ഞ ഒരാഴ്ചയായി കാര്യമായി ഒരു ഗുണവും ഇല്ല. ഇവിടെങ്കിലും എന്തെങ്കിലും ഒക്കണേ ദൈവമേ.
ബെല്ലടിച്ചിട്ട് എത്ര നേരമായി? ഒരു തെണ്ടിനും കാണില്ലല്ലോ. ഞാനൊന്ന് നോക്കിട്ട് വരട്ടെ. ആ? മോളെ ആ, ബാ ഇങ്ങ് വന്നേ. എന്താ? സോറി, ഞാൻ ഒരു 5 മിനിറ്റ് താമസിച്ചു പോയി. നിങ്ങളുടെ സുഹൃത്തിനോട് തയ്യാറാകാൻ പറഞ്ഞോളൂ. മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യാൻ. എപ്പോൾ? എത്ര ദിവസത്തിനുള്ളിൽ? ഇന്ന് ഓഗസ്റ്റ് 1 ഇന്നു മുതൽ 15 ദിവസത്തിനുള്ളിൽ. സാധാരണക്കാരനല്ല മുഖ്യമന്ത്രി. എന്തെങ്കിലും സംഭവിച്ചാൽ, മണത്തറിഞ്ഞാൽ നിങ്ങളെ എങ്ങനെ വിവരം അറിയിക്കും? എവിടെ കോണ്ടാക്ട് ചെയ്യും? ഒന്നും സംഭവിക്കില്ല. അഥവാ എന്തെങ്കിലും സംഭവിച്ചാൽ ഞാൻ നിങ്ങളെക്കാൾ മുന്നേ മണത്തറിയും. പിന്നെ ആവശ്യമാണെങ്കിൽ ഞാൻ നിങ്ങളെ കോണ്ടാക്ട് ചെയ്തോളാം. ഞാൻ ഇവിടെ ഉണ്ടാവില്ല. നാളെ സ്ഥലം വിടും. സംഭവം കഴിഞ്ഞേ തിരിച്ചു വരും. അതാ നല്ലത്. എന്താ ഒരു സംശയം പോലെ? എന്നെ വിശ്വാസമില്ലെങ്കിൽ നമുക്ക് ഈ ഡീൽ ഇവിടെ വെച്ച് അവസാനിപ്പിക്കാം. യു ക്യാൻ ടേക്ക് ബാക്ക് ദിസ് മണി. അയ്യോ, അതുകൊണ്ടല്ല. ഒന്നും സംഭവിക്കില്ല. ധൈര്യമായിരിക്കണം. എന്നെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തന്ന ആൾ മാന്യനാണ്. ഓക്കെ, ഓക്കെ, ഞാൻ വരട്ടെ. ഗുഡ് ലക്ക്. ഗുഡ് ലക്ക്. Hello, reception. I am vacating this room. Please keep all the bills ready. Thank you. എന്താ കാര്യം? നിങ്ങളെന്താ ಈ ರೂಮ್ തുറക്കുന്നേ? ಏನು ಹೇಳುದು? ನೀವೇನು ಹೇಳುದು? ಏನು ನಮ್ಗೆ ಅರ್ಥ ಗೊತ್ತಾಗಲ್ರಿ. ಆಳುಂಟല്ലോ ಮಾತಾಡಿದ್ರೆ ಬಾಳ ಒಳ್ಳೆ ಮಾತಾಡಬೇಕ. ನಾವು ಚಿಕ್ಕಮಂಗ್ಳೂರು ಗೌಡ್ರು. എന്താ ഇവിടെ പ്രശ്നം? ഗൗಡ್ರಿ ನೋಡ್ರಿ, ചേഞ്ച് ಆಗಿಬಿಟ್ಟು